ഈ മുല്ലപ്പെരിയാറിലെ വെള്ളം തമിഴ്നാട്ടിലല്ല ആവശ്യം. അപ്പോൾ അവരല്ല വെള്ളം കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതിന് ഇപ്പോൾ ഒരു ടണൽ വഴി അവർ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ തന്നെ ഒരു പരാമർശമുണ്ട്. അവിടത്തെ വൈഗ ഡാമിലേക്ക് വൈഗ ഡാം എന്ന് പറഞ്ഞ ഡാമുണ്ട്. ആ ഡാമിലേക്ക് ഇവിടുന്ന് വലിയൊരു ടണൽ വഴി വെള്ളം കൊണ്ടുപോയി അവിടെ സംഭരിക്കുക. കാരണം തമിഴ്നാട്ടിലാണ് വെള്ളം ആവശ്യം. ഈ മുല്ലപ്പെരിയാറിലെ അണക്കെട്ടിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ഒരു 50 അടി ലെവലിലാക്കുക. 50 അടിയുടെ മുകളിൽ വരുമ്പോൾ തമിഴ്നാട്ടിലേക്ക് വെള്ളം പോകും. അപ്പോൾ ഇവിടെ ഈ 50 അടിയിൽ നിൽക്കുമ്പോൾ ഈ ഡാമിന് ഒരു പ്രഷർ വളരെ കുറയും. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു അപകടം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നാളെ ഈ ഡാം പൊട്ടിയാൽ തന്നെ, ഇനി ഒരു ഭൂകമ്പമൊക്കെ ഉണ്ടായി പൊട്ടിയാൽ തന്നെ 50 അടി വെള്ളമല്ലുള്ളൂ. അത് വന്നിട്ട് വലിയ അപകടം ഉണ്ടാക്കില്ല. മറ്റുള്ള അണക്കെട്ടുകൾ പൊളിഞ്ഞ് ഈ പറയുന്ന രീതിയിൽ ഇടുക്കി ഡാമിലേക്കൊന്നും വരില്ല. ഇനി വന്നാൽ തന്നെ ഇടുക്കി ഡാം താങ്ങുകയും ചെയ്യും. അപ്പോൾ അതല്ല ബുദ്ധി. ഇനി ഒരു ഡാം വീണ്ടും നമ്മുടെ കേരളത്തിൽ പണിതുണ്ടാക്കി അതൊരു വലിയൊരു ബോംബ് പോലെ നമ്മുടെ തലയിൽ വീണ്ടും നിൽക്കും. അത് മാത്രമല്ല, എന്ന് പണിയാനാ? ഇതിനൊക്കെ അനുമതി കിട്ടണ്ടേ? അപ്പോഴത്തേക്ക് ഈ ഡാം ഇപ്പോൾ വലിയൊരു അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത്. എത്ര നാളായി ജനങ്ങൾ പേടിച്ചിങ്ങനെ ജീവിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ രണ്ട് ഗവൺമെൻറ്റും കൂടി ആലോചിച്ച് ഇത്രയും പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? അതാണ് നമ്മൾ ആലോചിക്കുന്നത്.